Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ യു ജി അഡ്മിഷൻ 2022ന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെന്റ് വന്നവർ എന്തൊക്കെയാണ് നിങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് ഇനി എങ്ങനെയാണ് കിട്ടാനുള്ള സാധ്യത, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. സോ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആൻഡ് ഓൾസോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ വെബ്സൈറ്റ് ഒക്കെ ഇനിയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല തോന്നുന്നു. admissions.uoc.ac.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ UGCAP എന്ന് കൊടുത്തു. അതായത് ഇതാണ് നമ്മുടെ അഡ്മിഷൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സൈറ്റ് DOA. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം UGCAP 2022 ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UGCAPന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പേജിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടും. അപ്പോൾ ആ പേജാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന UGCAPന്റെ പേജ്. ഇവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ആവും. ലോഗിൻ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, ഇനി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞവർ എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ്? അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റിയുടെ പ്രസ് റിലീസാണ്. അപ്പോൾ അഡ്മിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അഡ്മിഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ആ കുട്ടി എന്താ ചെയ്യുക അടുത്തതായിട്ട്? യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളൊരു ഫീ അടയ്ക്കാനുണ്ട് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ. അതിനെ മാൻഡേറ്ററി ഫീ എന്ന് വിളിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കാനുള്ള ഈ മാൻഡേറ്ററി ഫീ ഓൺലൈനായിട്ട് അടയ്ക്കുക. ഓക്കെ, അപ്പോൾ മാൻഡേറ്ററി ഫീ എത്രയാണ് വരുന്നത് എന്ന് വെച്ചാൽ SC ST OEC കാൻഡിഡേറ്റ്സിന് 115 റുപ്പീസാണ് മാൻഡേറ്ററി ഫീ ആയി വരുന്നത്. അതുപോലെ ജനറൽ കാൻഡിഡേറ്റ്സിന് 480 റുപ്പീസുമാണ് മാൻഡേറ്ററി ഫീ ആയി വരുന്നത്. അപ്പോൾ ഈ പൈസ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ അടയ്ക്കുന്ന പൈസയാണ്, നിങ്ങളുടെ അഡ്മിഷൻ ഫീയോ കോളേജിൽ അടയ്ക്കേണ്ട പൈസയോ ഒന്നുമല്ല. അപ്പോൾ ആദ്യം തന്നെ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും ഈ മാൻഡേറ്ററി ഫീ അടയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റ് നിങ്ങൾ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിലും മാൻഡേറ്ററി ഫീ അടയ്ക്കണം. കാരണം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അഡ്മിഷൻ എടുക്കും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഈ അലോട്ട്മെന്റിൽ മാൻഡേറ്ററി ഫീ അടച്ചിട്ട് ജസ്റ്റ് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് മാത്രമല്ല ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുന്ന കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിലും മാൻഡേറ്ററി ഫീ അടയ്ക്കാം. അലോട്ട്മെന്റ് കിട്ടിയവർ മാത്രം മാൻഡേറ്ററി ഫീ അടച്ചാൽ മതി. ഇനി അലോട്ട്മെന്റ് ഒന്നും വന്നിട്ടില്ലാത്തവർ ഇപ്പൊ അടയ്ക്കേണ്ട കാര്യമില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്നത്, അത് ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റോ തേർഡോ എവിടെയാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്നത്, ആ ഒരു പോയിന്റിലാണ് നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി മാൻഡേറ്ററി ഫീ ഒക്കെ അടച്ച് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങളെ എവിടെയാണ് അലോട്ട്മെന്റ് കിട്ടിയത് ആ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. അപ്പോൾ ആ സാധനം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ മാൻഡേറ്ററി ഫീ അടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ട്. 10/8/2022 വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള സമയം. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇന്ന് 6-ാം തീയതിയാണ്. അപ്പോൾ 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ മാൻഡേറ്ററി ഫീ അടയ്ക്കുക. എന്നിട്ട് ആ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഫീ അടച്ച സ്ലിപ്പൊക്കെ എപ്പോഴും കരുതി വെക്കുക, അഡ്മിഷൻ സമയത്തൊക്കെ ഇത് ആവശ്യം വരും. ഇനി നിങ്ങൾ മാൻഡേറ്ററി ഫീ അടച്ചില്ല എന്ന് കരുതുക, പിന്നെ നിങ്ങൾക്ക് ഒരു അഡ്മിഷനും കിട്ടൂല. അതായത് അടുത്ത ഓപ്ഷൻസിൽ ഒന്നും നിങ്ങളൊക്കെ പരിഗണിക്കൂല, അടുത്ത അലോട്ട്മെന്റിലൊന്നും നിങ്ങളുടെ പേരുണ്ടാവില്ല. കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഔട്ട് ആവും. അപ്പോൾ എന്തായാലും മാൻഡേറ്ററി ഫീ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ മാൻഡേറ്ററി ഫീൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ കാണാം. ഇനി നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി അല്ല, അതായത് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 1 2 3 4 ഓപ്ഷൻ ഒക്കെ കിട്ടുന്നതാണ്, പക്ഷെ എനിക്കൊരു താഴെ വരുന്ന ഒരു 10 ലെവലിലാണ് കിട്ടിയത്. അവിടെ എനിക്ക് ജോയിൻ ചെയ്യാൻ വലിയ താല്പര്യം ഇല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം അതിനനുസരിച്ച്. അപ്പോൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ട് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം, അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു സമയം തന്നിട്ടുണ്ട്. 11/8 മുതൽ 12/8 വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, എനിക്ക് 10ാമത്തെ ഓപ്ഷൻ മതി, ഓക്കെ ആണ് എങ്കിൽ 1 to 9 എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാം.
ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള സമയം 11/8 മുതൽ 12/8 വരെ 2 ദിവസമാണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾക്കത് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇനി നിങ്ങൾ എന്തൊക്കെ എഡിറ്റ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. നിങ്ങൾ പുതുതായിട്ട് ചെയ്ത ലാസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. കാരണം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടിയതെങ്കിൽ നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ എനിക്ക് ഈ ഓപ്ഷൻ തന്നെയാണ് വേണ്ടത്, ഞാൻ ഹാപ്പിയാണ്, എല്ലാം റെഡിയാണ്, അപ്പോൾ മാൻഡേറ്ററി ഫീ അടയ്ക്കുന്നു, സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്നു. ഓക്കെ, ഇപ്പം എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞിട്ട് എടുത്താലും മതി, അത്രയും നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ കോളേജിൽ നിങ്ങൾക്ക് ഫീ അടയ്ക്കാനുണ്ടാവും, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടം പോലെ അലോട്ട്മെന്റ്സ് പിന്നാലെ കിടക്കുന്നുണ്ട്. സെക്കൻഡ് ഉണ്ടാവും, തേർഡ് ഉണ്ടാവും. UG ആയതുകൊണ്ട് ഫോർത്ത് ഉണ്ടാവാൻ മതി. പിന്നെ സ്പെഷ്യൽ അലോട്ട്മെന്റ്, സപ്ലിമെന്ററി അലോട്ട്മെന്റ്സ്, അങ്ങനെ സ്പോട്ട് അഡ്മിഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് മുന്നിൽ കിടക്കുകയാണ്. അപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെന്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അലോട്ട്മെന്റ് വന്ന കാര്യം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഷെയർ ദീസ് വീഡിയോസ്. സോ താങ്ക് യു.